നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് അനുമോളും അനീഷും പ്രേമി അല്ല, ഞാൻ പറയുന്നത് അത് ഒരിക്കലും നമുക്ക് അനീഷിനെ കുറ്റം പറയാൻ പറ്റൂല. കാരണം എന്താ അറിയാ, ഇത് ലാലേട്ടൻ പറയുമ്പോൾ ഈ അനുമോൾ ഒന്നും മിണ്ടിയിട്ടില്ല. അപ്പൊ എനിക്ക് ഇന്ന് വന്നിട്ട് അനുമോള് ഹാൻഡിൽ ചെയ്ത രീതി ഇഷ്ടപ്പെട്ടു. അല്ല, അനുമോൾ ഞാൻ പറഞ്ഞേക്ക് അനുമോളോട് വളരെയധികം ഞാൻ പറഞ്ഞേക്ക് അനുമോളിനോട് വളരെയധികം സീക്രട്ട് ആയിട്ടാണ് പോയിട്ട് ചോദിക്കുന്നേ. ആ ചോദിച്ചപ്പോൾ ഇതെന്തോ ഒരു വീണ് കിട്ടിയതുപോലെ അപ്പോഴേക്ക് അതിലോട് പറയുന്നു, മറ്റവരോട് പറയുന്നു, ഇവരോട് പറയുന്നു. എക്സ്പെക്ട് ചെയ്യാത്ത ഒരാളടുത്ത് വന്നിട്ട് ഞാൻ നിന്റെ കല്യാണം കഴിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോ ആർക്കായാലും ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. കുറച്ച് ദിവസം മുമ്പ് ക്രഷ് ആണോന്ന് ചോദിച്ചു. അന്ന് ക്രഷ് ആണെന്ന് പറഞ്ഞു. ലാലേട്ടൻ ചോദിച്ചപ്പോ അല്ല ലാലേട്ട ഒന്നില്ല എന്നും പറഞ്ഞിട്ടില്ല. ഇതൊന്നും ഇല്ലാന്ന് പറയാതെ അനീഷ് വിചാരിച്ച എന്താ അറിയാ, അയ്യോ എന്നെ മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടീനെ എനിക്ക് കിട്ടി, അതാണ് അയാൾ വിചാരിച്ചത്. പക്ഷേ അയാൾ ചോദിച്ചത് 23 വയസ്സുകാരിയോടല്ല, അയാൾ ചോദിച്ച 10-31 വയസ്സുകാരിയോടാ. എന്നിട്ട് ഇവളെന്താ പറയുന്നത് അറിയാ, 40 വയസ്സായക്ക് അങ്ങനെയൊക്കെ പറയാൻ പാടില്ല. അതായത് എന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാല് അനുമോള് ചെയ്തിരിക്കുന്നത് ഓരോ ആണുങ്ങളുടെയും മുഖത്തോരെ അടിയാന്നാന്നത് ഉള്ള കാര്യത്തെ പറഞ്ഞ ഉണ്ട്. ഞാൻ പറയുന്നവർക്ക് അതായത് അനുമോൾ ഇവിടുന്ന് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അതായത് ഈ മറ്റേ ഈ ബസ്സിൽ കയറിയ പ്രശ്നം, അതുപോലെ ആര്യന്റെ ക്രഷ്, പിന്നെന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ അനുമോള് ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പൊ അനുമോളൊക്കെ വ്യക്തമായിട്ടെന്ന് പറഞ്ഞാൽ അഭിനയിക്കാൻ അറിയാം ഇതിൻ്റെ അകത്ത് അല്ലേ. അനുമോൾക്ക് വേണമെങ്കിൽ പറയാം, ചേട്ടാ അതൊന്നും ചോദിക്കാൻ കേട്ടോ, അതൊന്നും എനിക്ക് താല്പര്യം. അവിടെ കഴിഞ്ഞ് കാരണം അത് ചോദിച്ചപ്പോ അവിടെ ഒരു ഉരുണ്ട് കളിച്ച് ഒരു ക്യൂട്ട്നെസ് ഇട്ട് പിന്നെ ആദില നൂറമാറിയും കൊണ്ടുവന്നിട്ട് ആദില നൂറമാർക്ക് ഒരു സ്നേഹവും ഇവനോടില്ല. ചേട്ടാ നിങ്ങൾ സീരിയസ് ആയിട്ട് ചോദിച്ചതാണോ? എനിക്ക് അങ്ങനത്തെ ഒന്നും ഇതുവരെ തോന്നിയിട്ടില്ല. പിന്നെ പറയുന്നത് എന്താ, അത്രേ ഉള്ളൂ. ഇതൊരു കണ്ടന്റ് ആക്കിയിട്ട് കളിക്കുക ഇപ്പൊ അനുമോള് ചെയ്യുന്നത്. അനുമോള് ആ ഒരു വൃത്തികെട്ട കണ്ടന്റ് ഒരാളുടെ ജീവിതം വെച്ച് കളിക്കുവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു ഷോയാണ് മോളെ, പൈസ ഒരുപാട് കിട്ടും. പക്ഷേ ഒരു പ്രതിസന്ധിയിൽ തന്നെയാണ് ആളും ഇതൊരു സീരിയസ് ആയിട്ട്. അല്ലല്ല, ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം. എന്താ വെച്ച് കഴിഞ്ഞാല് അനുമോള് എല്ലാ കാര്യങ്ങളും ഇയാളോട് പറഞ്ഞു, ഇയാളുടെ ദാരിദ്ര്യം പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ അന്വേഷണം മനസ്സിലായത് എന്താ പറയുക, ഈ അമ്മേ ഇവള് വീട്ടിലൊരു കറവ പശുവാ എന്ന് വെച്ചാൽ രാവിലെ തന്നെ പറയുന്നിട്ടാ നീ എന്ന് വെച്ചാൽ എന്റെ ചേച്ചി ഉണ്ട്, ചേട്ടനുണ്ട്. പക്ഷെ ഞാൻ ആ വീട് വെച്ച് കൊടുത്തു. ഈ ചേട്ടൻ എന്നാ എന്ത്, പിന്നെ ഈ ചേട്ടൻ എന്ത് ഇതായില്ല ഒരു എന്ത് ഇതാവുള്ളത്. അതേ പെമ്മക്കളുണ്ട്. ആ പെമ്മക്കളെ പറയുന്നത് ചേച്ചിയുടെ ഭർത്താവ് ഉണ്ട്. പക്ഷെ വീടൊക്കെ വെച്ചു കൊടുക്കാൻ സഹായിച്ചത് ഞാനാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇന്ന് കൂലിപ്പണി എടുക്കുന്നവർ ഇന്ന് വീട് വെച്ച് താമസിക്കുന്നുണ്ട്. ഇവരൊക്കെ പിന്നെ വലിയ ജോലിക്കാരാന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താ പ്രശ്നമാണെന്ന് എന്നിട്ട് എല്ലാത്തിനും എന്ന് പറഞ്ഞാൽ അപ്പോൾ അനീഷിന് തോന്നിയിട്ടുണ്ടാവും, ഈ അമ്മേ 10-32 വയസ്സായിട്ട് ഇനി ഉപയോഗിക്കുകയായിരുന്നു അല്ലേ, ശരിയല്ലേ? ഒരു 10-32 വയസ്സിലായിട്ട് ഇനി എല്ലാവരും ഉപയോഗിക്കുകയായിരുന്നു. എന്നാ പിന്നെ ഒരു ജീവിതം കൊടുത്തേക്കാം. അനീഷ് നല്ല ചെറുപ്പക്കാരനല്ലേ, അനീഷ് നല്ല ഗവൺമെന്റ് ജോലിക്കാരനാണ്, അതുപോലെ അത്യാവശ്യം സാമ്പത്തികം ഉണ്ട്. ഞാനിട്ട് പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ അനീഷ് ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് പോയിട്ട് എന്നാ നമുക്ക് കല്യാണം കഴിച്ചാൽ ഞാൻ ഇടക്ക് ഞെട്ടി. ഞാൻ വിചാരിച്ചു ഇതെന്താ ചോദിച്ചു. അല്ല, വളരെ ഇതായിട്ട് ചോദിച്ചു അനുമോളെ നമുക്ക് കല്യാണം കഴിച്ചാൽ ചോദിച്ചാൽ അത് അയാളെ ഒരു മനസ്സ് അതിത് പോകുന്നതിനിടയ്ക്ക് ഞാൻ നിന്നോട് പറഞ്ഞു, ഈ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി അയാൾക്ക് ഫ്ലാറ്റ് വേണമെന്നോ ഇല്ലെങ്കിൽ ഈ പെട്ടി വേണമെന്നോ പൈസ വേണമെന്നോ ഒന്നുമില്ല. അയാൾ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ ഇതെന്ന് പറഞ്ഞാൽ നിൽക്കുക എന്നുള്ളതാണ്. അല്ലാതെ എനിക്ക് പ്രൈസ് കിട്ടണം ഇതൊന്നുമില്ല. അതിനെ കിട്ടുന്നതിനും കിട്ടിയാൽ അത്രയേ ഉള്ളൂ, ഭാഗ്യം നോക്കുക, അത്രയേ ഉള്ളൂ. പക്ഷെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പ്രൈസിന് വേണ്ടിയിട്ട് ഈ ജീവിതം വെച്ച് കളിക്കുന്ന ടീമാണെന്ന് ഈ അനീഷിനറിയാം. അനീഷ് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താ പറയുക, ഇതെല്ലാം അഭിനേതാക്കളാണ്. ഈ അഭിനേതാക്കൾ എന്ന് പറഞ്ഞാൽ അവർ ജീവിതത്തിലും അഭിനയിച്ച് കളിയും. അതുകൊണ്ടാണ് പല അഭിനേതാക്കളുടെയും ജീവിതം കുട്ടിച്ചോറായി പോകുന്നത്. കാരണം അവർ കല്യാണം കഴിച്ചാലും അഭിനയിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ഇപ്പൊ 10-31 വയസ്സായിട്ടും ഇതിന്റെ കല്യാണം കഴിയുന്നില്ല. അപ്പൊ അനീഷ് വിചാരിച്ച തന്നെയാണ് വീട്ടുകാരെല്ലാവരും മുതലെടുപ്പാന്ന് കല്യാണം കഴിപ്പിക്കാണ്ട്. അതങ്ങനെയാണ്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉച്ചക്കൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, പണ്ട് ഒരാളുടെ ആയിരുന്നു കല്യാണം കഴിച്ചിട്ട് അയാള്. അപ്പൊ അയാളോട് ചോദിച്ചാൽ അയാളെന്നാ പറയുന്നത് അറിയാം, കല്യാണം കഴിക്കേണ്ട സമയത്ത് എന്നോട് ആരും പറഞ്ഞിട്ടില്ല. പിന്നീട് എന്ന് പറഞ്ഞാൽ എനിക്ക് 40 വയസ്സായി എന്ന് പറഞ്ഞിട്ട് പിന്നീട് ആ കല്യാണം മുടങ്ങി. അതുപോലെ തന്നെയാണ് പഴയ നേഴ്സന്മാർ, എനിക്ക് ഓർമ്മയില്ല. ഈ ജർമ്മനിയിലും പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ അവർക്ക് മൂക്കിൽ പല്ല് വന്നിട്ടുണ്ടാവുന്നെല്ലാം പറയുന്നില്ല, അതേപോലെയാണ്. ഇപ്പൊ ആരും നിൽക്കുന്നില്ല അങ്ങനെയൊന്നും. ഈ അനുമോളൊക്കെ പറയുന്നില്ല, 2 കൊല്ലം കഴിയുമ്പോഴേക്കും 33 വയസ്സാവും, പിന്നെ ആര് കല്യാണം കഴിക്കാൻ അങ്ങനെയൊന്നും നിൽക്കൂല ഇപ്പൊ ആരും. ഇപ്പൊ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ കുടുംബ ജീവിതമായിട്ട് പോകും. ഇല്ലെങ്കിൽ പറഞ്ഞാൽ കുടുംബം ആയി കഴിഞ്ഞാൽ ഇതിന്റെ അഭിനയിച്ചൂടെ? അതല്ലേ. പക്ഷെ അനുമോളുടെ ഒരു ടൈപ്പ് ഓഫ് ആളൊന്നും അല്ല. ഞാൻ നിന്നോട് പറയാം, ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനുമോള ഇങ്ങനെ കണ്ടിട്ടൊന്നും നമ്മൾ ഇതാക്കരുത്. കാരണം എന്താ വെച്ചാൽ അനുമോള് പണ്ടും നമ്മളെ പറ്റിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ തങ്കച്ചനുമായിട്ട് ഭയങ്കര കോംബോ കളിക്കലായിരുന്നു ഇവര്. അല്ല, നീ കണ്ടിട്ടുണ്ടാ സ്റ്റാർ മാജിക്കില്? അന്ന് ഞാനൊക്കെ വിചാരിച്ചതെന്ന് വെച്ചാൽ അനുമോള് സീരിയസ് ആയി ഭയങ്കര സ്നേഹമാണെന്നാണ്. പക്ഷെ പിന്നെ അറിയുന്നത് നമ്മളെല്ലാവരെയും പൊട്ടമാറാക്കലാന്ന്. അപ്പൊ അനുമോളൊക്കെ ഇതൊരു അഭിനയം മാത്രമാണ്.
അല്ലാതെ അനുമോളക്ക് ഇതൊരു സീരിയസ് ഇഷ്യൂ ഒന്നുമല്ല. അനുമോൾ അവിടെ പല പല കാര്യങ്ങളും പറയുന്നതും കള്ളാണ്. അതെ, അനുമോള് അനീഷിന്റെ അടുത്ത് ഭയങ്കര ആക്ടിങ് ആയിരുന്നു. ഇത് തള്ളി മറിച്ചുകൊണ്ടിരുന്നത് മാതിലൊക്കെ കൂടിയാണ്. അതന്നെ, ഇത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ബിഗ് ബോസിലുള്ളവരെല്ലാം കള്ളന്മാരാണ് എന്റെ അഭിപ്രായത്തിന്. എന്താ കാരണം എന്നറിയാം, ഈ പിന്നെ അക്ബർ ഇന്നലെ എല്ലാ ദാരിദ്ര്യവും പറഞ്ഞിട്ട് അവസാനം പറയുന്നില്ല, ഒരു മാസം തള്ളി നീക്കാൻ വേണ്ടിട്ട് 80,000 ഉറുപ്പ്യ ലോണ് മാത്രം വേണം, ചെലവ് വേറെയും. അതിപ്പോ എല്ലാരും കണക്കന്നെ. നമുക്ക് ഭയങ്കര അപ്പൊ പിന്നെ അതെ, ബെൻസ് കാറും മറ്റേതെല്ലാം വീട്ടിൽ വെച്ചിട്ടാ പറയുന്നത് മരണ ദാരിദ്ര്യം എനിക്ക്. ഇത് കേട്ടപ്പോഴേ എനിക്ക് ചിരി വന്ന്. എന്തിനിങ്ങനെ പറയുന്നത്? ഉള്ളത് പറഞ്ഞാ പോരെ, എനിക്ക് ഇത്ര വരുമാനമുണ്ട്, ഞാൻ ഇത്ര ലോൺ അടക്കുന്നുണ്ട് എന്നാ പറയുന്നതെന്നാ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതെന്താ ചാരിറ്റി ഷോ അല്ല, മാരാറ മാങ്ങ വെക്കല്. അതാണ് അറിയാ. ഞാൻ ഇതിനിടക്ക് നോക്കുമ്പോൾ ഒരു ചങ്ങായി ഇതേപോലെ മാവിന്റെ മുകളിൽ കയറുന്നേ. ഞാൻ എന്താ പരിപാടി ചോദിച്ചു, ബിഗ് ബോസിലേക്ക് അടുത്ത പ്രാവശ്യം പോണ്ടിയാന്ന് പറയുന്നുണ്ട്. മനസ്സിലായ? അതുപോലെ തന്നെ ഓലക്കൂടിൽ നോക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ നടക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ഈ വീട്ടിലാണ് ജനിച്ചതെന്ന് പറയാൻ വേണ്ടിയിട്ട്. മനസ്സിലായി? അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ആവുമ്പോഴേ ജനങ്ങളെല്ലാം ഉയ്യമ്മേ പാപം ഇപ്പം തന്നെ പറയുന്നിട്ടില്ലേ. സത്യം പറഞ്ഞ ഇന്നത്തെ ആ ഒരു എപ്പിസോഡ് കൂടി എന്താ സംഭവിച്ചത്, അനീഷിന്റെയും അനുമോളുടെയും ഗെയിം ഓരോ വഴിക്കായി. അതെ അതെ, സത്യമായിരുന്നു. അത്രേ ഉള്ളൂ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞല്ലോ, ഈ അനീഷ് എന്ന് പറയുന്നത് അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അയാൾക്ക് ഇതിന്റെ ആവശ്യമില്ലായിരുന്നു. ഞാൻ ഉള്ള കാര്യം പറയുന്നത്, അയാൾക്ക് അയാളുടെ ഗെയിം കളിച്ചാൽ മതി. പക്ഷേ വേറൊരു കാര്യം ഞാൻ പറയാം, ഈ അനുമോള് കളിക്കുന്നത് വളരെ മോശം ഗെയിമാണ്. ഇനി ഇത് അനീഷിന്റെ ഗെയിം ആണെങ്കിൽ കൂടി ഇങ്ങനെ ഒരു ഗെയിം ഈ ലാസ്റ്റ് മൊമെന്റിൽ കളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഇല്ല. അയാൾ അങ്ങനെ കളിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഞാൻ നിന്നോടല്ലേ, പ്രേമം എന്ന് പറയുന്നത് 9 സെക്കൻഡേ വേണ്ടു. അതൊന്നും എനിക്കറിയാറുണ്ട്. 9 സെക്കൻഡ്. പക്ഷെ നമ്മളിങ്ങനെ പൊതുവെ ഞാൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരാളെടുത്ത് എന്താ പറയാ ഭയങ്കര കുറച്ചധികം സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താ പറയാ ഇഷ്ടം. അല്ല, ഞാൻ പറയുന്നത് പ്രേമം അങ്ങനെയാന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ പണ്ടൊരാൾ കൊണ്ടിട്ടുണ്ടല്ലോ, ജീരകമുട്ടായി മേടിക്കാൻ പോയി, ആ ജീരകമുട്ടായി ഇങ്ങനെ വാങ്ങിച്ചിട്ട് കയ്യിൽ ഒരാളെ ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നതിന് മുമ്പേ ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേക്ക്, ഇവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 10-100 ദിവസമായിട്ട് ഒരുമിച്ചാ. ഇവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഇഷ്ടമാണോ ചോദിച്ച് അത് കഴിഞ്ഞ ഉത്തരം നോന്നാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ ഇങ്ങനെ ദേഷ്യം? അല്ല, ദേഷ്യമല്ല, അയാളാർന്ന് എണീച്ചു പോയി. പക്ഷേ അത് കഴിഞ്ഞിട്ട് അനുമോളെ ചേഷ്ടകള് അയാൾ എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? ആ ശരി, നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചോ, എന്നാ നമുക്ക് കല്യാണം കഴിച്ചോ, ഇത് പറയണമെന്ന് വിചാരിക്കുന്നത്. അല്ല, ഞാനൊരു കാര്യം എന്നാ പറയുന്നത് അറിയാം. അതായത് മനുഷ്യന്മാർ 2-3 ടൈപ്പ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോള് ഈ പിന്നെ കോംബോ എല്ലാം പറഞ്ഞപ്പോൾ ലാലേട്ടൻ ചോദിച്ചപ്പോഴും അങ്ങനെ ഇല്ല ഇങ്ങനെയില്ല ഒന്നും പറഞ്ഞില്ല. ഇത് കേട്ടപ്പോൾ അനീഷ് വിചാരിച്ചു എന്നെ ഇഷ്ടമായിരിക്കുന്നു. അങ്ങനെ അയാൾ ചോദിച്ചത്, അല്ല അയാളെ കുറ്റം പറയാൻ പറ്റൂല. നേരെ മറിച്ച് എന്ന് പറഞ്ഞാൽ അന്ന് തീർക്കേണ്ടിയായിരുന്നു ഇത് ശരിക്ക്. അതൊരു ഫണ്ണായിരുന്നു. ഷാനവാസ് ആയാലും അതിലായാലും ഇതിങ്ങനെ കുത്തിപ്പൊക്കി. എന്നാ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ, എന്നാ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. ഈ ആര്യനോട് ക്രഷില്ലേനു അനുമോൾക്ക്? അല്ല, അങ്ങനെയല്ല. ജിസൈലിനെ ഇത്രയും നെഗറ്റീവ് ആക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യനോടുള്ള ഒരു അസൂയും കുശുമ്പുമാണ്. വേറെ എന്താ വെച്ചാൽ, നീ വേറൊരു കാര്യം ശ്രദ്ധിച്ചിനാ, ഈ ആര്യൻ ഒരു മൈൻഡും ചെയ്യുന്നില്ലെങ്കിലും ഈ ആര്യൻ ഊട്ടാൻ വേണ്ടിട്ട് നല്ല രീതിയിൽ ശ്രമിച്ചോണ്ടിരിക്കുന്നുണ്ട്. അതെന്നാ അറിയില്ല, ആര്യനെ ഊട്ടാൻ വേണ്ടിട്ട് നല്ല രീതിയിൽ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു ചെറിയൊരു കുലസ്ത്രീ പരിവേഷം ഉണ്ട് അനുമോൾക്ക്. അതായത് എന്താ വെച്ചാൽ ചില കാര്യങ്ങൾക്ക്, അതായത് കുലസ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ അറിയാം, ഈ മറ്റേ നിവിൻ പറയുന്ന കുലസ്ത്രീ നാടൻ സംഭവമാണ്. പക്ഷെ എന്നാ നാടൻ സംഭവം അല്ലാതാനും. അത് നാടൻ സംഭവം ആയത് എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടിയിട്ടാണ്. നിനക്ക് സംശയം ഉണ്ടെങ്കിൽ ചില റീലുകളൊക്കെ നോക്കിയാൽ മതി. അതിനകത്തൊക്കെ മോഡേൺ എഴുതില്ലാന്ന്. പിന്നെ വീട്ടുകാർ കാണും, നാട്ടുകാർ കാണും, അറിയാലോ, കുടുംബ പ്രേക്ഷകർ. അതെ, അതൊക്കെയാണ്. അതായത് ഈ അനുമോള് വന്നിരിക്കുന്നത് നല്ല ക്ലാസ്സും കഴിഞ്ഞിട്ടാണ്, നല്ല ക്യൂട്ട്നെസ്സും കൊണ്ടാണ് വന്നിരിക്കുന്നത്. എങ്ങനെ നിൽക്കണം, ഏതിൽ പോകണം എന്നുള്ള അനുമോൾക്ക് കൃത്യമായിട്ട് അറിയാം. ഇന്ന് വേണമെങ്കിൽ അനീഷിനോട് ഇത് ഇവിടെ വെച്ച് നിർത്തിക്കോ, ഇത് നമുക്ക് വേണ്ട, ഇഷ്യൂ ആക്കണ്ട. പക്ഷെ ഇതെന്താ വെച്ചാൽ, ഇത് ലാലേട്ടനെ കൊണ്ട് ചോദിപ്പിക്കണം, ബിഗ് ബോസിനെ കൊണ്ട് അവിടെ കൺഫെഷൻ റൂമിൽ വിളിപ്പിക്കണം. അത് കഴിഞ്ഞ് നാട്ടുകാരോട് പറയണേ എനിക്കൊന്നുമില്ല എന്ന് പറയണം. കാരണം അനുമോള് നല്ല രീതിയിൽ ഭയന്നിട്ടുണ്ട്. നല്ല രീതിയിൽ അനുമോള് ഭയന്നിട്ടുണ്ട്. എന്താ അറിയാ, ഇത് പുറത്ത് നെഗറ്റീവ് ആവുമെന്നൊരു സംശയം. ഇപ്പം തന്നെ എന്ന് പറഞ്ഞാൽ അനുമോൾക്കെതിരെ പ്രേക്ഷകരുണ്ട്. അനുമോൾക്കെതിരെ ഇന്ന് മുതലെന്ന് പറഞ്ഞാൽ ഇന്ന് അനുമോളെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു 50 വീഡിയോ ആണ് ചില ആൾക്കാർ ഇറക്കുന്നത്. എനിക്ക് അതിശയപ്പെട്ട് വെക്കാൻ പൈസ ഇല്ലാണ്ട് വെറുതെ ഇറക്കുക. ഇപ്പൊ അനീഷിനപ്പം ഞാൻ വെളുപ്പിക്കുന്നൊന്നുമില്ല. ഞാൻ ഇപ്പോഴും പറയുന്ന അയാൾ ചെയ്തത് തെറ്റാണ്. അയാൾക്ക് ഈ ഒരു ആവശ്യമില്ല. അയാൾ കളിക്കാൻ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു. അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പക്ഷേ അനുമോള് കളിച്ചത് ഇരുമ്പിലെ ഗെയിമാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അനുമോളുടെ സ്റ്റാൻഡ് വേണമെങ്കിൽ അനുമോൾക്ക് നിൽക്കാം. അതായത് എല്ലാ കാര്യത്തിനും പോയിട്ട് അനുമോള് പണ്ടേ എങ്ങനെയാന്ന് എല്ലാവരോടും അങ്ങ് ഭയങ്കര ഇതാവും. ഇന്ന് കണ്ടില്ലേ നീ എല്ലാ പ്രശ്നങ്ങളും പറയുന്ന കറക്റ്റ്. എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ആരും ഇല്ലെങ്കിൽ സംസാരിക്കാൻ ഒരാൾ. അതത്രേ ഉള്ളൂ. ഇപ്പൊ എന്ന് പറഞ്ഞാൽ അനീഷിന് വേണ്ട. അതാണ് മനസ്സിലായ. ഈ അനുമോൾ അങ്ങനെയാണ്, കറിവേപ്പിലെയാണ് എല്ലാവരും ആക്കുക. അതിപ്പം കൃത്യമായിട്ട് മനസ്സിലായി. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം, നല്ല രീതിയിൽ അസൂയും കുശുമ്പും അനുമോൾക്ക് ഉണ്ട്.
അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു ബിഗ് ബോസ് വിന്നർ ആകാനുള്ള ക്വാളിറ്റി ഇന്നോട് കൂടിയിട്ട് അനുമോളത് കഴിഞ്ഞു, അതേ പറയാനുള്ളൂ. മിക്കവാറും ഞാൻ ഉള്ള കാര്യം പറയാം, ഇവരുടെ 2 ഗെയിമും കൂടിയിട്ട് തട്ടി തെറിപ്പിച്ചിട്ട്. പക്ഷെ ഇപ്പൊ മൊത്തത്തിൽ ഒരു അനുമോൾ തരംഗം ആക്കുന്നതാണ്. അനുമോൾ തരംഗം ആക്കുന്നുണ്ട് കുറെ ആള്. നീ എന്നാ പറയുന്നത്? ഇതെന്ന് പറയുന്ന നീ ഒരു കമന്റ് മിഞ്ഞാന്ന് എനിക്ക് വന്നൊരു കമന്റാ, എന്നെ ഭയങ്കര ചീത്ത വിളിച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ ഇന്നലെ ക്രിയേറ്റ് ചെയ്തയാന്ന് 2 days ago എന്ന് കാണിക്കുന്നത്. അപ്പൊ ഫേക്കല്ലേ? അപ്പൊ അങ്ങനെ കമന്റ് വരുത്തിക്കലാന്ന് ഇവര്. ഒരു തരംഗാക്കല അനുമോളക്കന്റെ കപ്പ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആക്കുക. പൈസ കിട്ടുന്നതല്ലേ, വെറുതെ ഒന്നും അങ്ങനെ ആരെങ്കിലും അങ്ങനെ ചെയ്യാ? നീ ഒന്ന് പറയാറുണ്ട് അവിടെ അല്ലെങ്കിൽ ഉണ്ടാവില്ലേ? കാരണം 5 ദിവസം അല്ല 5 ദിവസം നേവിന് PR പോയിട്ട് അതിന് ചായ കുടിക്കാൻ വരെ പൈസ ഇല്ല, പിന്നെയാണ് PR. പക്ഷേ അത് അല്ലല്ല, വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. PR എങ്ങനെ വരുവാന്നറിയാം. എന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ ബിഗ് ബോസ് പോകുന്നു, എനിക്ക് PR ഒന്നുമില്ല, ഞാൻ ഒരു അത്താഴ പ്രശ്നിക്കാരൻ, അത് പാവാന്ന്. പക്ഷെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ചിലപ്പോൾ നീ കുറേ ആളെ വിളിക്കും, ഹലോ അതൊന്ന് ചെയ്യാൻ കഴിയാന്നെങ്കിൽ ഒത്തിരി വേണ്ടി വരും, എനിക്ക് 2 തരാൻ പറ്റൂല ചേട്ടാ, 1 തരാം, ഇങ്ങനെ പറയും. ഇങ്ങനെയാണ് PR വരുക. അല്ല, ഇങ്ങനെ ഞാൻ ഉദാഹരണം പറഞ്ഞത്, ഇങ്ങനെയാണ് സംഭവം PR വരുന്നത്. അതിന്റെ ഉള്ളിലുള്ളവരൊന്നും അറിയുന്നില്ല. എന്നാ അറിയാ, മാരാർ ഒരു സംഭവം പറയുന്നുണ്ട് നീ അതിന്റെ ഉള്ളിൽ നിന്ന്. പിന്നെ എടാ മറ്റേ ഇവിടെ കാര്യം ഒന്ന് നോക്കിയേക്കണേ, നമ്മളെ മറ്റേ ഒരു പെണ്ണില്ലേ, നാദിരല്ല, അവരുടെ കൂട്ടത്തില് വേറൊരു പെണ്ണുണ്ടായിരുന്നു, മറ്റേ ക്രഷ് തോന്നുന്നേ, ഒരു ക്രഷ് ചേച്ചി ഉണ്ടായിരുന്നു. ആ ക്രഷ് പിന്നെ അത് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് മാത്രമല്ല, അന്നേരം പറയുന്ന മാരാർ ഒരു കാര്യം പറയുന്നത്, എനിക്ക് വെളിയിൽ കളിക്കാൻ ആളുണ്ടായിരുന്നു. അതായത് മാരാർ PR ഏൽപ്പിച്ചിട്ടൊന്നുമില്ല, പക്ഷെ മാരാർക്ക് വേണ്ടിയിട്ട് അവിടെ സംസാരിക്കാൻ ആളുണ്ടായിരുന്നു. മനസ്സിലായ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പൈസ. അതായത് ഞാൻ പറയുന്നത് അയാൾ വിളിച്ചു പറയുന്ന ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, മക്കളെ ഇതിന്റെ ഉള്ളിലുള്ള ആൾക്കാരൊന്നും അറിയണ്ട PR-ന്. പക്ഷെ ഇവര് പോകുമ്പോൾ ഒരു 10-100 ദിവസം അല്ല ഒരു 50 ദിവസം കഴിഞ്ഞാൽ ഇടാ ഒന്ന് എല്ലാം കട്ട് ചെയ്തിട്ടേക്കണേ, അതിന് തന്നാ വേണ്ടി കൊടുക്കേ എന്ന് പറഞ്ഞിട്ടാണ് എല്ലാരും വരുവാ. അല്ലേ? അപ്പൊ ഇത്രയും പറഞ്ഞു അടുത്ത വീഡിയോ ആയിട്ട് വരാം അല്ലേ? അതൊന്ന് അതെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യും നമ്മുടെ വീഡിയോ. സത്യസന്ധമായ റിവ്യൂ ആണ്, നൊണിയോ അല്ലെങ്കിൽ കാര്യങ്ങളോ അല്ലെങ്കിൽ എല്ലാം ഞാൻ ആദ്യം എന്നൊന്നുമില്ല.